കളമശ്ശേരി സംഭവത്തെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തു. ഷാനി മാറ്റി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് നുണയുണ്ടോ? ഞാൻ പറഞ്ഞതിൽ റിപ്പോർട്ടർ കൊടുത്ത കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഞാൻ പറയാം, ആശാ ജാവേദ് കൊടുത്ത റിപ്പോർട്ട്, ആ ആശാ ജാവേദ് കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ പിറ്റേന്ന് മാപ്പ് പറഞ്ഞു. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആശാ ജാവേദ് കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ മാറ്റി പറഞ്ഞു, ഷാനി വന്ന് മാപ്പ് പറഞ്ഞു. അതേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? മറുപടി പറയണമല്ലോ. താങ്കളും ഈ പറയുന്ന പോലെ എന്നെ കുറിച്ച് താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം താങ്കൾ തന്നെ ആവർത്തിക്കുന്നത് ശരിയല്ലല്ലോ. താങ്കൾ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ദൃശ്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് സംപ്രേഷണം ചെയ്തതിൽ ഖേദിക്കുന്നു എന്നാണ് ഞാനടക്കം എന്റെ സ്ഥാപനത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് താങ്കൾ CPM സംസ്ഥാന സമിതി അംഗമാണല്ലോ. CPMന്റെ മുഖപത്രമായ ദേശാഭിമാനി പിറ്റേ ദിവസം ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു. അത് തിരുത്തുമോ നിങ്ങൾ ശ്രീ ഷംസീർ? താങ്കൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ ശ്രീ ഷംസീർ, താങ്കൾ ഇത്രയും നേരം ചർച്ചയിൽ ഉന്നയിച്ച മാന്യതയും മര്യാദയും എല്ലാവർക്കും ബാധകമാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നത് തിരുത്തിയതിനെ താങ്കൾ അപഹസിച്ചു. എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? അതന്നെ അവന്റെ ഫിനിഷ്. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. ഞാൻ പറയുന്നു പൂർണ്ണ ബോധ്യത്തോടെ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഇവിടെ ചർച്ചയ്ക്ക് അതിനുശേഷം വന്ന എല്ലാവരോടും ഞങ്ങൾ അത് ആവർത്തിച്ചു. നിങ്ങളത് പിൻവലിക്കാൻ തയ്യാറായോ? തിരുത്താൻ തയ്യാറായോ? മാപ്പ് പറയുന്നതിനെ പരിഹസിക്കുന്നു, എന്നിട്ട് തിരുത്താൻ തയ്യാറാകാതെ വന്നിട്ട് കൊടുത്ത കൊല്ലത്തും കിട്ടും. ഈ പറഞ്ഞത് ന്യായം. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്ന് ഒന്നാം പേജിൽ വാർത്ത കൊടുത്ത ദേശാഭിമാനി അത് തിരുത്താതെ ഇനി മനോരമ തിരുത്തിയതിനെയും മാപ്പ് പറയുന്നതിനെയും പരിഹസിക്കാൻ വരരുത് എന്ന് മാത്രം ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു ശ്രീ ഷംസീർ. മുതലും പലിശ ചേർത്ത് കിട്ടി. അലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.